കുഞ്ഞൂട്ടൻ്റെ കഥ തുടരുന്നു. ഒരു കാര്യത്തിനും ഞാനിനി നുണ പറയില്ല, അവൻ ആണയിട്ടു. കുറേ ദിവസങ്ങൾ അവൻ മാലാഖയുടെ അതിഥിയായി ആ കൊച്ചു വീട്ടിൽ താമസിച്ചു. അമ്മയെയും ചേച്ചിയെയും പോലെ അവരവനെ സ്നേഹിച്ചു. അവനും പുതിയൊരു അനുഭവമായി അത്. കുഞ്ഞൂട്ട, ഈ കൊച്ചു വീട്ടിൽ തനിച്ചു കഴിഞ്ഞ് എനിക്ക് വല്ലാതെ മടുത്തു. ഇനിയുള്ള കാലം നിനക്കിവിടെ താമസിക്കാം. നിന്നെ ഞാൻ പള്ളിക്കൂടത്തിൽ അയച്ച് പഠിപ്പിക്കാം. നമുക്കത് പരസ്പരം വലിയ ആശ്വാസമാകും. ഒരു നാൾ മാലാഖ പറഞ്ഞു. മാലാഖയെ വലിയ ഇഷ്ടമായിരുന്നു അവന്. എന്നാൽ അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മകൾ അവനെ കുത്തി നോവിച്ചു. മാലാഖമ്മേ, എൻ്റെ ജീവൻ രക്ഷിച്ചതിന് അങ്ങയോട് വലിയ കടപ്പാടുണ്ട്. എത്ര നാൾ വേണമെങ്കിലും മാലാഖയമ്മയോടൊപ്പം കഴിയാൻ എനിക്ക് സന്തോഷമേയുള്ളൂ. പക്ഷെ എന്നെ കാണാതെ വിഷമിച്ചിരിക്കുന്ന അച്ഛൻ്റെ അടുത്ത് പോകാതെ വയ്യ. ഇനിയും ഞാൻ ചെല്ലാൻ വൈകിയാൽ അദ്ദേഹം നെഞ്ചുപൊട്ടി മരിച്ചു പോയേക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ പോകാൻ അനുവദിക്കണം. കുഞ്ഞൂട്ടൻ്റെ തൊണ്ടയിടറി. നീ വിഷമിക്കാതെ മോനെ, നിന്റെ സങ്കടം എനിക്ക് മനസ്സിലാവും. നിന്റെ വഴിയിൽ ഞാൻ ഒരിക്കലും ഒരു തടസ്സമാവില്ല. നീ സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയിക്കൊള്ളൂ. വേഗം ചെന്ന് അച്ഛനെ സമാധാനിപ്പിക്കൂ. ഇനിയും നമുക്ക് കാണാനിടപെടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കുഞ്ഞൂട്ടനെ വിട്ടുപിരിയുന്നതിൽ വലിയ വിഷമമുണ്ടായിരുന്നിട്ടും അത് പുറത്തു കാട്ടാതെ മാലാഖ അവനെ യാത്രയാക്കി. ചതിയിൽ പെടരുതെന്ന് അവനെ ഉപദേശിക്കാനും മാലാഖ മറന്നില്ല. എത്രയും വേഗം അച്ഛൻ്റെ അടുത്തെത്തുക എന്ന ലക്ഷ്യത്തോടെ കുഞ്ഞൂട്ടൻ ഓടി. അവൻ ഒറ്റത്തടി മരത്തിൻ്റെ ചുവട്ടിലെത്തിയതും ഒരു ശബ്ദം കേട്ടു. ഏയ് ചങ്ങാതി! അവൻ ഓട്ടം നിർത്തി തിരിഞ്ഞു നോക്കിയപ്പോഴാണ് തൊട്ടടുത്തായി ഞൊണ്ടൻ കുറുക്കനും കുരുടൻ പൂച്ചയും. നിങ്ങളെങ്ങനെ ഇവിടെ എത്തി? അവൻ അത്ഭുതം കൂറി. അത് കൊള്ളാം. നിന്നെയും കൂട്ടി അത്ഭുത വയലിൽ പോകാനായി ഞങ്ങൾ എത്ര നേരമായി ഇവിടെ മഞ്ഞുകൊണ്ട് നിൽക്കുന്നു. പെട്ടെന്നൊരു കാര്യം വന്നതുകൊണ്ട് വഴിയമ്പലത്തിൽ വെച്ച് നിന്നോട് പറഞ്ഞിട്ട് പോകാനായില്ലെന്നത് നേരാണ്. തലേന്ന് കഴിച്ച ഭക്ഷണത്തിൻ്റെ കാശ് പോലും സൂക്ഷിപ്പുകാരന് കൊടുക്കാൻ ആ തിരക്കിൽ മറന്നു. നീ ഞങ്ങളെ തെറ്റിദ്ധരിക്കല്ലേ കുഞ്ഞൂട്ട, കുറുക്കൻ ഖേദത്തോടെ പറഞ്ഞു. അതിനിടയിൽ ഞാൻ എന്തൊക്കെ അപകടത്തിൽ ചെന്ന് ചാടിയെന്ന് നിങ്ങൾക്കറിയില്ലല്ലോ. എല്ലാം പറയാം. കുഞ്ഞൂട്ടൻ കാട്ടുകള്ളന്മാരുടെ ആക്രമണം മുതൽ മാലാഖമ്മയോട് യാത്ര പറഞ്ഞ് പോന്നതുവരെയുള്ള കാര്യങ്ങൾ അക്ഷരം പ്രതി അവരെ പറഞ്ഞു കേൾപ്പിച്ചു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ കുറുക്കനും പൂച്ചയും നെടുവീർപ്പ് വിട്ടു. ഓ, കഷ്ടം തന്നെ നിന്റെ സ്ഥിതി.